പണ്ടത്തൊക്കെ ആൾക്കാർ ഈ ഇങ്ങനെ നമ്മൾ എന്താ പറയുക മസാലയൊക്കെ ഉണ്ടാക്കി അങ്ങനെയായിരുന്നു, കല്ലേൽ അരച്ചുണ്ടായിരുന്നു അല്ലേ? കല്ലേൽ അരയ്ക്കുന്നത് നൊസ്റ്റാൾജിയാണ്. ഇപ്പം കല്ല് കിട്ടിയാ വേണ്ട ഞാൻ അരയ്ക്കും. നിനക്ക് അരയ്ക്കാൻ അറിയോ? ഒരു മാസം വെയിറ്റ് ആവോ? അതെന്തിനാ? കല്ല് ചുമന്നോണ്ട് മറ്റേ ഹനുമാൻ വരുപോലെ വരും. ഒന്ന് പോടുന്നത്. അങ്ങനെ കടലക്കറിക്കുള്ള മസാല സെറ്റായി കേട്ടോ. ഇപ്പൊ ഞാൻ പൊക്കോട്ടെ. വേണ്ട വേണ്ട, പുട്ട് പുട്ട് പുട്ടോ? പുട്ട് കഴിക്കണം. എന്റെ അടി രാവിലെ നീ എന്നെ പീഡിപ്പിക്കുകയാണെന്നോട്ട്. നീ പുട്ട് ഞാൻ തന്നെ കഴിക്കണം തീർച്ചയായും. അപ്പൊ നീ എന്ത് ചെയ്യും? കാപ്പി കുടിക്കാ മിടുക്കി. ദൈവമേ, നീ തയ്ച്ച് ചൂടോളം ഞാൻ കുഴക്കട്ടെ. രാവിലെ എന്നെ കൊണ്ട് പണി ശേഷിപ്പിക്കും. അവളവിടുന്ന് കാപ്പി കുടിക്കുന്ന എനിക്ക് ഇച്ചിരി കാപ്പി. എന്നെ കൊണ്ട് രാവിലെ പുട്ടും കുഴപ്പിച്ച്. വിഷ്ണു അപ്പൊ ഞങ്ങളുടെ എന്റെ ഫ്രണ്ട് ഉണ്ട് മണ്ടയ്ക്ക് കേട്ടോ. അപ്പൊ രാവിലെ വിഷ്ണുണ്ണൻ ഇതുപോലെ ഇരുന്ന് കുഴക്കുമായിരിക്കും. ഞങ്ങള് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുന്നത് വിളിച്ച് സമാധാനപ്പെടും. ഞാൻ വിളിക്കുമ്പോൾ വിഷ്ണുണ്ണൻ പറയും പാത്രം കഴുകാന്ന് പറയും. അപ്പൊ എന്നോട് ചോദിക്കും നീയോ? ഞാൻ പറയും ഞാനും പാത്രം കഴുകാന്ന് പറയും. അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും. പുറത്ത് ജോലി പിന്നെ 2-3 ദിവസം കഴിയുമ്പോ അച്ഛൻ ലീവ് തീരും. അപ്പൊ ഇത്രയും ദിവസം അച്ഛൻ റെസ്റ്റിലായിരുന്നു. ഇന്നാണ് അച്ഛൻ ഉണ്ടാക്കുന്നത്. ഇവിടെ കുക്കർ കഴുകി, ചോറ് വെച്ചിട്ടുള്ള കുക്കർ കഴുകുന്നു, ചോറ് വെക്കുന്നു, എല്ലാ ദിവസവും ഇത് തന്നെ പരിപാടി. ജോലി ലീവിലായിട്ട് വീട്ടിൽ ഇരിക്കുമല്ലേ. അപ്പൊ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നു വന്നിട്ട് എന്നെ കൊണ്ട് ഇവിടെ കഷ്ടപ്പെടുന്നതാണ്. സത്യം പറയാറ് ആണ്. കണ്ടാലും പറയും ഭയങ്കര കഷ്ടപ്പാടാണ്. കടല വിളിക്കുക, കടല ഇരുന്നോണ്ട് വിളിക്കുന്നു. ഞാൻ വെന്ത് തുടങ്ങി എന്നാണ് പറയുന്നത്. ശരിക്കും കടലക്കറി വെക്കാൻ ആസാമിക്കറിയില്ല. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഞാൻ ഓൾറെഡി തലേദിവസം ഇന്നലെ രാത്രിയിൽ ഞാൻ പറഞ്ഞു തന്നാൽ ഞാൻ ഇന്ന് വെക്കാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ എഴുന്നേറ്റവൻ 10 മണിയായി. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് എഴുന്നേക്ക് ഫുഡ് ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറയാം നിങ്ങൾ കടലക്കറി ഒന്നും വെച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ബാ എഴുന്നേക്കെന്ന് പറഞ്ഞു. എന്നാൽ നൈസായിട്ട് ഇവളെ കൊണ്ട് പണിയെടുപ്പിക്കാതെ എഴുതിച്ചോണ്ട് വന്ന് ശരിക്കും പറഞ്ഞാൽ തിരിച്ചാ കിട്ടിയത് പണി. ഇല്ല, ഞാൻ 4 മണിക്ക് എഴുന്നേറ്റ് വന്ന്. 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ കിടന്നിട്ട് ഞാൻ എന്നാൽ 7 മണിയാകുമ്പം എഴുന്നേറ്റിട്ട് പോയി സിവിൽ ഐ ഡി ഒക്കെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു കിടന്നാ. പക്ഷെ എഴുന്നേറ്റ് 10 മണിയായി, 9:30. പിന്നെ ഞാൻ ബാത്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് വന്നപ്പോഴത്തേ നിന്നെ ഞാൻ വിളിച്ച് എഴുന്നേക്കടിന്ന് പറഞ്ഞു. ഞാൻ കണ്ടായിരുന്നു. ഞാനപ്പോ 4 മണിക്ക് വെള്ളം കുടിക്കാൻ വന്നപ്പോ രാവിലെ എനിക്കിട്ട് പണി വെക്കാൻ വേണ്ടിട്ട് കുക്കറെല്ലാം എടുത്ത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാ കഴിച്ച്. രാവിലെ രാത്രിയിലേ കുക്കർ എടുത്ത് വെച്ച് രാവിലെ എഴുന്നേക്കുമ്പോ രാവിലെ എഴുന്നേറ്റൊക്കെ പണി തുടങ്ങിക്കോട്ടെ. അയ്യോ എല്ലാം ഊടാളിയ, എല്ലാം ഊടാ. എന്താണല്ലേ നമ്മുടെ പുട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ ഉപ്പുണ്ടാവട്ടെ. ചുടുവാണോ ഉപ്പ്? ഉപ്പ് കുറവാണോ അല്ലേ? ഉണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ കള്ളക്കറിക്കകത്താണ് അഡ്ജസ്റ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ പഴം ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഒത്തിരി നാളായി കള്ളക്കറി കൂട്ടിയിട്ട് പുട്ടിന്റെ കൂട്ടത്തിൽ. ആ കള്ളക്കറി വെക്കാമെന്ന് പറഞ്ഞപ്പോഴത്തെ ഇന്നലെ ഞാൻ ഉണ്ടാക്കിക്കോളാം, യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ ഉണ്ടാക്കിക്കോളാം എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ കൈ തോന്നുന്ന മസാലയൊക്കെ അങ്ങ് എടുത്തു. പക്ഷെ എങ്ങനെ വെച്ച് പറഞ്ഞാലും എന്തൊക്കെ ഇട്ട് പറഞ്ഞാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്.
പാരമ്പര്യമായിട്ട് കിട്ടിയ കൈപ്പുണ്യാണ്. ചിലപ്പോ ഒക്കും ചിലപ്പോ ഒക്കത്തില്ല. അപ്പൊ അങ്ങനെ നമ്മുടെ രാവിലത്തെ കുക്കിംഗ് കഴിഞ്ഞു. തന്നെ പുട്ട് റെഡിയായി, കടലക്കറി വന്നു. ഇനിയും നമ്മൾ പുട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിക്കുക, പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് കടലക്കറി അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് കഴിക്കണം. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം അങ്ങ് സാധിച്ചു കേട്ടോ. പുട്ടും കടലക്കറി എന്താളും നല്ല സെറ്റായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പുട്ടും കടലക്കറിയൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാവരും സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ. അതുപോലെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും.